സമൂഹ മാധ്യമ ഉള്ളടങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ദേശസുരക്ഷ, ക്രമസമാധാനം, അപകീർത്തി തുടങ്ങിയ ഉള്ളടക്കങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നാൽ നടപടി അതിവേഗം വേണമെന്നാണ് നിർദ്ദേശം. കേന്ദ്രത്തിന്റെ തീരുമാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ ചർച്ചയാണ് നടക്കുന്നത്. എന്താണ് പുതിയ നിയന്ത്രണം? സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുന്നവർ ഈ മാസം 20 മുതൽ അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം? എക്സ്പ്ലെയിനറുമായി പ്രജിൻ സി കണ്ണൻ ചേരുന്നു. ഇക്കാലത്ത് വാട്സാപ്പ് ഉപയോഗത്തിനായി വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളും സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ അധികം പേരും. ഈ മാസം 20-ന് പ്രാബല്യത്തിൽ വരുന്ന IT നിയമ ഭേദഗതി സമൂഹ മാധ്യമ ഉള്ളടക്കങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. വളരെ സൂക്ഷിച്ചു വേണം സമൂഹ മാധ്യമ ഇടപെടലുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഒരു പരാതി ഉയർന്ന പക്ഷം വളരെ വേഗത്തിൽ വേണം അതിന്മേലുള്ള നടപടി എന്നാണ് പുതിയ ഭേദഗതിയിൽ പറയുന്നത്. അതായത് 8 വിവിധ വിഭാഗങ്ങളുണ്ട്. അപകീർത്തി, സ്വകാര്യത, അശ്ലീലം, ദേശസുരക്ഷ, അങ്ങനെ പോകുന്ന 8 വ്യത്യസ്ത വിഭാഗങ്ങളിലെ ഉള്ളടക്കം എടുത്തു പറഞ്ഞാണ് ഈ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം നമ്മൾ ഇടപഴകുന്ന സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്കം സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു പരാതി നൽകേണ്ടത്, എവിടെയാണ് ഈ പരാതി നൽകേണ്ടത് എന്ന് നമ്മളിൽ എത്ര പേർക്ക് അറിയാം? ഉള്ളടക്കം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഏത് പ്ലാറ്റ്ഫോമിലാണ്, ആ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ആദ്യം പരാതി നൽകേണ്ടത്. ഉദാഹരണത്തിന് ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ്, അതിൽ നമുക്കൊരു പരാതി ഉണ്ട് എങ്കിൽ അത് കൃത്യമായി ഫേസ്ബുക്കിനെയാണ് ആദ്യം ബോധിപ്പിക്കേണ്ടത് എന്ന് സാരം. അത് എങ്ങനെ ചെയ്യണം എന്നുകൂടി നോക്കാം. ഇപ്പോൾ ഫേസ്ബുക്കിന്റെ ഇന്ത്യയിലെ പരാതി പരിഹാര ഓഫീസറുണ്ട്, ഗ്രീവൻസ് ഓഫീസർ എന്നാണ് അവരെ പറയുക. അവർക്കാണ് ആദ്യം നമ്മൾ ഈ പരാതി നൽകേണ്ടത് എന്ന കാര്യം കൂടി ഓർക്കുക. ഓൺലൈനായാണ് ഈ പരാതി നൽകേണ്ടത്. 2021 IT ചട്ടത്തിലെ 3-ാം വകുപ്പ് അനുസരിച്ചാണ് പരാതി എന്നുകൂടി വ്യക്തമാക്കുക. ഈ ID ഒന്ന് നോട്ട് ചെയ്യുക. FBGO@fb.com എന്നാണ്. അതിൽ FBGO അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അത് അതുപോലെ തന്നെയാണ് വേണ്ടത്. ഇതാണ് ഇന്ത്യയിലെ ഫേസ്ബുക്കിന്റെ ഗ്രീവൻസ് ഓഫീസറുടെ ഇമെയിൽ ID. ഇനി ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഹെൽപ്പ് സെന്റർ എന്നൊരു സംവിധാനമുണ്ട്. അതുവഴി നമുക്ക് പരാതി അറിയിക്കാവുന്നതാണ്. പ്രധാന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളുടെ ഈ ഗ്രീവൻസ് ഓഫീസറുടെ ഇമെയിൽ ID കൂടി നമുക്കൊന്ന് നോക്കാം. ഒന്ന് വാട്സാപ്പ് ആണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സമൂഹ മാധ്യമമാണ്. ആ പ്ലാറ്റ്ഫോമിൽ എന്താണ്, ഏത് രീതിയിലാണ് അതിന്റെ ഇമെയിൽ സംവിധാനം എന്നത് കാര്യം നോക്കുക. grievance_officer_va@support.whatsapp.com ഇതാണ് വാട്സാപ്പിൻ്റെത്. ഇനി യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് support-in@google.com എന്നുള്ളതാണ്. മറ്റൊന്ന് X ആണ്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മറ്റൊരു സമൂഹ മാധ്യമമാണ്. അത് help.x.com/en/rules-and-policies/x-india എന്നാണ് ആ ID. ഒന്ന് സ്നാപ്ചാറ്റ് ആണ്. grievance-officer-in@snap.com എന്നാണ് അതിന്റെ ID. ടെലിഗ്രാമിലും grievance-in@telegram.org എന്ന ID വഴിയും നമുക്ക് അയക്കാം. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുള്ള നടപടികളെല്ലാം പൂർത്തിയായി എന്നുള്ളതാണ്. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ ഫേസ്ബുക്കിലാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ ഫേസ്ബുക്കിന്റെ ഗ്രീവൻസ് ഓഫീസർ അത് സ്വീകരിച്ചു, ആ പരാതി, ആ കംപ്ലൈന്റ് സ്വീകരിച്ചു എന്ന് നമ്മളെ അറിയിച്ചിരിക്കണം എന്നതാണ് ചട്ടം. ഫേസ്ബുക്കിന് നിങ്ങൾ നൽകിയ പരാതിയിൽ നടപടി ഇല്ലാതിരിക്കുകയോ നടപടി തൃപ്തികരമല്ല എന്ന് തോന്നുകയോ ചെയ്താൽ ഫേസ്ബുക്കിന്റെ മറുപടി ലഭിച്ച് 30 ദിവസത്തിനകം, 1 മാസം സമയമുണ്ട്, അതിനോടകം ഗ്രീവൻസ് അപ്പീൽ കമ്മിറ്റിക്ക് ഒരു പരാതി നൽകാം. അത് സർക്കാർ സമിതിയാണ്. അതും പൂർണ്ണമായി ഓൺലൈനായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പീൽ നൽകുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം പ്ലാറ്റ്ഫോമിൽ നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു എന്നത് ഉറപ്പാക്കുക. ഈ അപ്പീൽ നൽകുന്നതിന് മറ്റ് ചെലവുകളോ സങ്കീർണമായ നടപടിക്രമങ്ങളോ ഇല്ല എന്നുകൂടി അറിയുക. ഇനി അതെങ്ങനെ ചെയ്യാം എന്നുകൂടി നോക്കാം. gac.gov.in എന്ന വെബ്സൈറ്റിൽ ആദ്യം നമ്മുടെ മൊബൈൽ നമ്പറും OTP നൽകി രജിസ്റ്റർ ചെയ്യുക. തുടർന്ന് ആധാർ വിവരങ്ങൾ നൽകി അതിനെ വെരിഫൈ ചെയ്യണം. തുടർന്ന് കാണുന്ന ഡാഷ്ബോർഡിലെ ഫയൽ ന്യൂ അപ്പീൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ നമുക്ക് ഈ വിവരങ്ങൾ നൽകാം. അതായത് നേരത്തെ നൽകിയ പരാതി, അതിന്റെ തീയതി, അതിന് കമ്പനി എന്ത് മറുപടി നൽകി, ആ തീയതി, ആ വിവരങ്ങളെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് ഈ പരാതി നൽകുകയും ചെയ്യാം. എത്രയും പെട്ടെന്ന് അതിൽ നടപടി ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ ചട്ടം ഭേദഗതി ചെയ്ത് അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.